ഹലോ കൂട്ടുകാരെ, ക്ലോസ് G4ലേക്ക് സ്വാഗതം. ഇതാ ഞങ്ങൾ ഒരു ചെറിയ സ്റ്റേക്കേഷന് പോവുകയാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ സർവത്രാന്തി സാധനങ്ങൾ അതിനാവശ്യമുള്ള ഞങ്ങൾക്ക് കിടക്കാം അവിടെ ഉണ്ട്, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ആവശ്യമുള്ള 2 ദിവസത്തേക്കുള്ള സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും എല്ലാം സർവത്രാതിയായിട്ട് ഇത് ഞങ്ങൾ വണ്ടിയൊക്കെ പാക്ക് ചെയ്യുന്നു. എല്ലാ സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. എയർ ബെഡ്, ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് മാറാനുള്ള ഡ്രസ്സുകൾ, അങ്ങനെ ഇതാ ഞങ്ങൾ ഓരോ വണ്ടിയായിട്ട്, അങ്ങനെ ഒരു 5 വണ്ടിയുണ്ട് ഞങ്ങൾ. അങ്ങനെ ഓരോരോ വണ്ടിയായിട്ട് ഞങ്ങളിതാ ഞങ്ങളുടെ യാത്രകളൊക്കെ പുറപ്പെട്ടു. അപ്പോൾ പോകുന്ന വഴിക്കും ഇതേപോലെ തന്നെ ഞാൻ ചെറിയ കാഴ്ചകളുള്ള വീഡിയോസൊക്കെ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാ ഞങ്ങളുടെ റോഡ്, ഞാനത് ഫാസ്റ്റാക്കി എടുത്തിരിക്കുന്ന, ബോറാക്കാതിരിക്കാനായിട്ട്. പോകുന്ന വഴി കുന്നുകളും മലകളും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോകുന്നത് മസാഫി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഞങ്ങളുടെ ഗേറ്റ്. അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ആൾ വന്ന് ഞങ്ങൾക്ക് ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങളകത്ത് കയറി. വിശാലമായ ഭയങ്കര ഗ്രൗണ്ടും ചുറ്റിനും മലകളും കാണാൻ ഭംഗിയുള്ള പൂന്തോട്ടങ്ങളെല്ലാം ഉണ്ട്. അവിടെ തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എത്ര ഫാമിലിക്ക് വേണമെങ്കിലും വന്ന് എൻജോയ് ചെയ്യാം. ഞങ്ങളൊരു 5-6 ഫാമിലീസ് ഒന്നിച്ചുണ്ടായിരുന്നു. അതിനോടടുത്ത് തന്നെ അവിടെ ഒരു പട്ടിയുണ്ട്. ഒരു പട്ടിക്കൂടുകളും പിന്നെ കോഴി, ഗിന്നി, താറാവ്, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ താറാവുകൾക്ക് കുളിക്കാനായിട്ട് തന്നെ അവിടെ ഒരു കുളമുണ്ട്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ചെമ്മരിയാടുകളും ആടുകളും ഉണ്ട്. പിന്നെ നമ്മുടെ ഇങ്ങോട്ടേക്ക് നീങ്ങുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം അവിടെ കിളിക്കൂടുകൾ, തത്തക്കൂടുകൾ, അങ്ങനെയുള്ള കൂടുകളുണ്ട്. പിന്നെ അവിടെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള സംവിധാനം, ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങൾ, ചുറ്റിനും മലയാണ്, നല്ല സൗകര്യം, എല്ലാം കൊണ്ടും നല്ല കണ്ട് എന്തോ ഒരു വിശാലമായ സ്ഥലമാണെന്ന് നോക്കിക്ക്. അതുപോലെ തന്നെ നമുക്ക് പലയിടങ്ങളിലും ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ കൂട് പോലെ ഓല മേഞ്ഞതും അല്ലാതെയും. ഇതൊരു ഇരിക്കാനും പിന്നെ ഇത് കണ്ടത് പിള്ളേർക്ക് കളിക്കാനുള്ളതാണ്. ഇതിനോട് അടുത്ത് തന്നെയാണ് ഇതാ സ്വിമ്മിംഗ് പൂള്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂം. അപ്പോൾ ഈ റൂമിലേക്ക് നമ്മളിത് അങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു ഹാളുണ്ട്. അവിടെ മുഴുവനും സോഫയും ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റൂമുകളിലേക്ക് 3ഉം 2ഉമായിട്ടുള്ള രീതിയിൽ ഇതുപോലെ തന്നെ ബെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അങ്ങനെ എല്ലാം കഴിഞ്ഞുകൊണ്ട് അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട്. ഇതേപോലെ തന്നെ വേറെ ഇരുന്ന് കഴിക്കാനും എല്ലാത്തിനോടുമുള്ള കാറ്റൊക്കെ കൊണ്ടിരിക്കാനുള്ള ഒരു സിറ്റ് ഔട്ടാണ്. നല്ല രസമാണ് കേട്ടോ. നല്ല കണ്ടത് ബോഗൈൻ വില്ലയും പിന്നെ ഏതാണ്ട് പഴവർഗ്ഗങ്ങളെല്ലാം കൊണ്ട് നിറഞ്ഞതാണ് ഈ തോട്ടം. ഭയങ്കര തിരക്കിലാണല്ലോ, ഭയങ്കര തിരക്കിലാണ് ഒരാള്.